നമസ്കാരം. മനസ്സിന് വിശ്രമം എന്തുകൊണ്ട് ആവശ്യമാണ്? നമ്മൾ എല്ലാവരും ശരീരം ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, അവധിയെടുക്കുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സും ക്ഷീണിക്കുമോ? അതെ, ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നത് പോലെ മനസ്സിനും ക്ഷീണമുണ്ടാകാം. പക്ഷേ മനസ്സിൻ്റെ ക്ഷീണം എല്ലായ്പ്പോഴും പുറത്തു കാണണമെന്നില്ല. അമിതമായി ചിന്തിക്കുമ്പോൾ, നിരന്തരം ആശങ്കപ്പെടുമ്പോൾ, ഓരോ പ്രശ്നവും മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ മനസ്സ് പതിയെ തളരാൻ തുടങ്ങും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായി തോന്നാം. ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരാം. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരാം. ഇതൊക്കെയാകാം മനസ്സിനൊരിടവേള ആവശ്യമാണെന്ന സൂചനകൾ. പലരും കരുതുന്നത് വിശ്രമം എന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണെന്നാണ്. പക്ഷേ യഥാർത്ഥ വിശ്രമം എന്നത് മനസ്സിന് ശാന്തത ലഭിക്കുന്ന നിമിഷങ്ങളാണ്. അതൊരു പക്ഷേ പ്രകൃതിയിലൂടെ നടക്കുന്നതാകാം, ഒരു നല്ല പുസ്തകം വായിക്കുന്നതാകാം, പ്രാർത്ഥനയോ ധ്യാനമോ ആകാം, കുടുംബത്തോടൊപ്പം മനസ്സ് തുറന്ന് സംസാരിക്കുന്നതുമാകാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഫോൺ മാറ്റിവെച്ച് നിശബ്ദമായി ഇരിക്കുന്നതാകാം. ഇവ ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, എന്നാൽ പലർക്കും അവ മനസ്സിന് ആശ്വാസം നൽകുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ദിവസവും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നു, കാരണം ചാർജ് ഇല്ലെങ്കിൽ അത് ശരിയായി പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. വിശ്രമമില്ലാതെ നിരന്തര സമ്മർദ്ദത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും വികാരങ്ങളും ബാധിക്കപ്പെടാം. അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് സമയം നിങ്ങളുടേതായി മാറ്റിവെക്കൂ. ആ സമയത്ത് മറ്റാരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ട. സ്വന്തം മനസ്സിനെ കേൾക്കൂ. ഇന്ന് എനിക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് എന്നെ അലട്ടുന്നത്? എന്താണ് എനിക്ക് സന്തോഷം നൽകുന്നത്? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി കണ്ടെത്താൻ ശ്രമിക്കൂ. മനസ്സിന് വിശ്രമം നൽകുന്നത് ഒരു ആഡംബരമല്ല, അത് നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ ഭാഗമാണ്. ഓർക്കുക, എപ്പോഴും ശക്തരായിരിക്കണമെന്നില്ല. ക്ഷീണിച്ചാൽ വിശ്രമിക്കാം, കരയേണ്ടി വന്നാൽ കരയാം, സഹായം ആവശ്യമാണെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കാം. അത് ബലഹീനതയല്ല, അത് സ്വയം കരുതുന്നതിൻ്റെ ഭാഗമാണ്. അവസാനമായി ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കൂട്ടുകാരനാണ്. അതിനെ എപ്പോഴും ജോലി ചെയ്യിക്കാൻ മാത്രം നോക്കരുത്. സ്നേഹിക്കൂ, മനസ്സിലാക്കൂ, ആവശ്യമായ വിശ്രമം നൽകൂ. കാരണം വിശ്രമിക്കുന്ന മനസ്സ് കൂടുതൽ വ്യക്തമായി ചിന്തിക്കും. ശാന്തമായ മനസ്സ് കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കും. കരുതലോടെ പരിപാലിക്കുന്ന മനസ്സ് ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും. നിങ്ങളുടെ മനസ്സിന് ഇന്ന് കുറച്ച് സമയം നൽകൂ. അത് നിങ്ങളോട് നന്ദി പറയും. ഓക്കെ, താങ്ക് യു.